എല്ലാ സ്ഥലത്തും നടത്തിയാലും കല്ല് വേറെ കിട്ടും, കല്ല് വേറെ ഉണ്ടാക്കും. ഇവരെടുത്തുകൊണ്ട് പോയ കേരളത്തിൽ കല്ലിൻ്റെ ക്ഷാമമൊന്നുമില്ല. കേരളത്തിൽ കല്ലില്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്ത് കല്ല് കൊണ്ടുവന്നിട്ട് കല്ല് ഉപയോഗിക്കും. മുഖ്യമന്ത്രി ആരെയാണ് ഈ ഭയപ്പെടുത്തുന്നത്? ഭയമുണ്ടാവും, അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകൾക്ക് ഭയമുണ്ടാവും, അദ്ദേഹത്തെ പേടിയുണ്ടാവും. കാരണം പേടിപ്പിച്ചാണ് മുഖ്യമന്ത്രി ഭരിക്കുന്നത്. പാർട്ടിയിൽ ചർച്ചയില്ല, ക്യാബിനറ്റിൽ ചർച്ചയില്ല, ഇടതുമുന്നണിയിൽ ചർച്ചയില്ല. ചർച്ച ചെയ്യാതെ അവിടെ നടക്കും. പക്ഷേ കൂടെ കുറേ ആളുകൾ ഭയന്ന് കൂടെ നിൽക്കുന്നുണ്ട് എന്ന് കരുതി നാട്ടിലുള്ള എല്ലാ ആളുകളും ഭയന്നാണ് നിൽക്കുന്നത് എന്ന് മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കരുത്. കൂടെയുള്ളവരുടെ കണ്ണാടിയിൽ കൂടി ഞങ്ങളെ നോക്കി കാണരുത്. ശബരിമല വിഷയത്തിൽ എന്ത് വില കൊടുത്തും യുവതികളെ പ്രവേശിപ്പിക്കുമെന്ന് പലതവണ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അവസാനം പാർട്ടിക്കും സർക്കാരിനും പുറകോട്ട് പോകേണ്ടി വന്നു. ശബരിമലയുടെ അതേ അനുഭവമായിരിക്കും കേരയിൽ വിഷയത്തിൽ സർക്കാരിന് സംഭവിക്കാൻ പോകുന്നത്. നമസ്കാരം. സർക്കാർ കല്ലിടുന്നു, പ്രതിപക്ഷവും ചില നാട്ടുകാരും കല്ലിളക്കുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസമായി നമ്മൾ കാണുന്നത് ഇതാണ്. പ്രതിപക്ഷം വികസനത്തിനെതിരാണോ? സർക്കാരിന് അധികാരം തലക്കി പിടിച്ചോ? ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണ്ടേ? പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നു. സർവേ കല്ലിന്റെ രാഷ്ട്രീയം. സ്വാഗതം. നമ്മളോടൊപ്പം ചർച്ചയിൽ CPM പ്രതിനിധി VK സനോജ്, അഡ്വക്കേറ്റ് അനിൽ ബോസ്, കോൺഗ്രസ് പ്രതിനിധി ബി രാധാകൃഷ്ണ മേനോൻ, BJP പ്രതിനിധി, 3 പേർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം സനോജിലേക്കാണ്. സനോജ്, ഇത്തരത്തിലൊരു പദ്ധതി, സിൽവർ ലൈൻ പോലെ ഒരു പദ്ധതി, ആളുകൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പക്ഷേ സമരത്തിന് പിന്നിൽ വിവരദോഷികളാണ് എന്നൊക്കെയാണ് ഇന്ന് EP ജയരാജൻ പറഞ്ഞത്. അതുപോലെ സെക്രട്ടറി പറഞ്ഞ കാര്യം, പ്രതിഷേധമൊക്കെ നടക്കും, പദ്ധതി ഞങ്ങൾ നടപ്പാക്കുമെന്നാണ്. എവിടെ പോയി മൃദുത്വം? ഇതിപ്പോ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറച്ചിലൊക്കെ അധികാരത്തിന്റെ അഹങ്കാരം കൊണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്ത രീതിയിലല്ലേ നേതാക്കൾ ഈ സിൽവർ ലൈൻ പദ്ധതിയിൽ, പ്രത്യേകിച്ച് കല്ലിടുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതികരിക്കുന്നത്? ഇതൊന്നും അധികാരത്തിന്റെ എന്തെങ്കിലും തരത്തിലുള്ള അഹങ്കാരമൊന്നുമില്ല. അതൊക്കെ വ്യാഖ്യാനിക്കാം. ഇത് ഭാവി കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി വളരെ സമഗ്രമായി ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി തടയുക എന്നത് കേരളത്തിന്റെ സമഗ്രമായ വികസനത്തെ തടയുക എന്ന് തന്നെയാണ് അർത്ഥം. ഭാവി കേരളം നമുക്ക് അറിയാം. നമ്മുടെ വികസനത്തെ കുറിച്ചുള്ള ചർച്ചകൾ കുറെ കാലമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി കേരളത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ എന്താണ് പോംവഴി എന്ന ചോദ്യം കുറെ വർഷമായി നമ്മൾ ഉയർത്തുന്നു. അതിന് പരിഹാരം എന്ന നിലയിൽ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. കേരളത്തിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഇവിടെ തന്നെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ആവശ്യമായ, ഇവിടെ തന്നെ വരുമാനം ഉണ്ടാക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് നിരവധി തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനെല്ലാം ഉതകുന്ന തരത്തിൽ ഭാവി കേരളത്തെ ഒരു നവകേരളമായി രൂപപ്പെടുത്താൻ ആവശ്യമായ വളരെ കൃത്യമായ പദ്ധതിയാണ്. ഈ പദ്ധതി എന്തെങ്കിലും തരത്തിൽ രഹസ്യമായി ഒളിച്ചു കിടന്നല്ല. കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നതിന് മുന്നേ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാണിക്കുകയും ആ പ്രകടന പത്രിക കൃത്യമായി ജനങ്ങൾ അംഗീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇടതുപക്ഷം തുടർഭരണത്തിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് കേരളത്തിന്റെ തുടർഭരണത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച പ്രകടന പത്രികയിലെ കാര്യങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ മുന്നോട്ട് പോകും. അപ്പൊ ആ നടപടികളിൽ എന്തെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമായ കാര്യമുണ്ടോ? അതാണ് ഇവിടെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത്. എന്താണ് ഗവൺമെന്റ് ചെയ്ത നിയമവിരുദ്ധമായ കാര്യം? ജനങ്ങളെ വെല്ലുവിളിച്ച് എന്തെങ്കിലും ചെയ്തോ? ജനങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കാതിരിക്കുന്ന നിലയുണ്ടായി? അങ്ങനെയല്ല സനോജ്, ഇവിടെ ഇപ്പോൾ ജനങ്ങളാണ് അധികാരം നൽകിയത് എന്നൊക്കെ പറയുന്നു. ആ വിനയത്തിന് പകരം അധികാരം നൽകിയ ഹുങ്കല്ലല്ലോ കാണിക്കേണ്ടത്. സംസാരിക്കുമ്പോൾ ഇന്നിപ്പോ സെക്രട്ടറി ആണെങ്കിലും മറ്റാര്, ഏത് നേതാവാണെങ്കിലും സംസാരിക്കുമ്പോൾ ജനങ്ങളെ കൂടി ഇത് ബോധ്യപ്പെടുത്തുക എന്ന വലിയ ഉത്തരവാദിത്വമല്ലേ? ഈ പറയുന്ന ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അതല്ലേ? ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെടാത്ത വിഷയമില്ല. ഈ പ്രശ്നത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ്. അതാണ് ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത്. നമ്മളിവിടെ ഒരു രണ്ടാം വിമോചന സമരത്തിന്റെ ഒരുക്കൂട്ടുന്ന ചില കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ മുൻനിർത്തിയാണ് നേതാക്കന്മാർ ചില പ്രസ്താവനകൾ നടത്തിയത്. അല്ലാതെ ജനങ്ങളെ വെല്ലുവിളിക്കുകയോ ജനങ്ങളെ എന്തെങ്കിലും തരത്തിൽ ആക്ഷേപിക്കുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾ പറയുന്ന ജനങ്ങളൊന്നും ഇതിനെതിരല്ല. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഈ പദ്ധതിക്ക് അനുകൂലമാണ്. കേരളത്തിലെ യുവത ഈ പദ്ധതിക്ക് അനുകൂലമാണ്. കേരളത്തിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവത ഇതിന് അനുകൂലമാണ്. ഇതിന് എതിരായി നിൽക്കുന്നത് ആരാണ്? എതിരായി നിൽക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം പരിശോധിക്കണം. ഒന്ന് BJP ആണ്, മറ്റൊന്ന് കോൺഗ്രസ് ആണ്, ഒന്ന് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ചില മതമൗലികാത പ്രസ്ഥാനങ്ങളാണ്. അവർക്കെല്ലാം അവരുടേതായ ചില താല്പര്യങ്ങളുണ്ട്.
കേരളത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്താൻ ഇവർ നടത്തിയിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള സമീപ കാലങ്ങളിൽ നടത്തിയ സമരം മാത്രം നോക്കിയാൽ മതി. കീഴാറ്റൂരിൽ റോഡ് വരുന്നതിനെതിരായിട്ട് അവിടെ വയൽക്കിളികൾ നേതൃത്വത്തിൽ സമരം നടത്തി. ആരൊക്കെ ആ സമരത്തെ പിന്തുണക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത്? പിന്നീട് ആ സമരം ആരാണ് ഏറ്റെടുത്തത്? ആരൊക്കെയാണ് അവിടെ വന്ന് വേദി പങ്കിട്ടത്? ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊന്നും അധിക കാലമായിട്ടില്ല. ഇപ്പൊ എന്തായാലും കീഴാറ്റൂരിലെ പ്രശ്നങ്ങൾ അവിടെ കൂടി ഇപ്പൊ റോഡ് പോകുന്നില്ലേ? ഇപ്പൊ കേരളത്തിന്റെ ഹൈവേ വികസനം അട്ടിമറിക്കാൻ വേണ്ടി അന്ന് നടത്തിയിട്ടുള്ള നീക്കം അതിന് കീഴ്പ്പെട്ടിരുന്നെങ്കിൽ കേരളത്തിന്റെ ഹൈവേ വികസനം ഉണ്ടാവില്ല. എത്രയോ കാലമായി മുടങ്ങിക്കിടന്ന ഹൈവേ വികസനം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഘട്ടത്തിൽ നടപ്പാക്കിയ അത് വളരെ ഭംഗിയായി തന്നെ നടപ്പാക്കി. പക്ഷെ അത്രയ്ക്ക് ഭംഗിയായി കേരളയിൽ നടപ്പാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ സനോജിലേക്ക് വരാം. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഇവിടെ ജനങ്ങൾക്കല്ല ബുദ്ധിമുട്ട്, ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് സനോജ് പറയുന്നത്. പക്ഷെ ബോധ്യപ്പെട്ടെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ തെരുവിലിറങ്ങുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെയുണ്ട്. പക്ഷെ ഇതിന് പിന്നിൽ ജാതിയില്ല, മതമില്ല, ശബരിമല ഇഷ്യൂവിൽ എന്താണ് മുഖ്യമന്ത്രിക്ക് സംഭവിച്ചത്, ഇതെല്ലാം വീണ്ടും സംഭവിക്കുമെന്ന് BJP നേതാക്കൾ പറയുന്നു, അധ്യക്ഷൻ പറയുന്നു. എന്ത് സംഭവിക്കാനാണ് BJP ആഗ്രഹിക്കുന്നത്? അതിന് എന്താണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജനങ്ങളിൽ ഏത് തരത്തിലുള്ള പ്രക്ഷോഭം ഉണ്ടാകണം, ഇല്ലെങ്കിൽ ഏത് തരത്തിൽ സമരം ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ മുഖ്യ പങ്കുവയ്ക്കുന്നത് BJP ആണോ? അല്ല, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുദ്ധിമുട്ടുകളുടെ കൂമ്പാരമായി ഒരു പദ്ധതി വേണമോ? ഇത് അവരെ ബോധ്യപ്പെടുത്താതെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള പ്രചരണത്തിൽ കൂടെ ബോധ്യപ്പെട്ടു എന്ന് വരുത്താൻ ശ്രമിക്കുന്ന കേരളത്തിലെ CPM-ന്റെയും കേരളത്തിലെ ഭരണമുന്നണിയുടെയും തെറ്റായ സമീപനത്തിനെതിരായിട്ടുള്ള ജനവികാരമാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിച്ചു വരുന്നത്. അവർ ഈ സമരത്തിനെതിരായി എന്താ വാദം ഉയർത്തുന്നത്? അവർ പറയുന്നത് ഇത് ചങ്ങനാശ്ശേരിയില് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന സെക്രട്ടറിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആലോചിക്കണം, ചങ്ങനാശ്ശേരിയിലെ ചില ജാതി മത ശക്തികളെല്ലാം കൂടെ കൂടിയിട്ട് ഇവരെ പുറത്താക്കാൻ വേണ്ടി നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ജനകീയ സമരത്തിന്റെ പ്രാധാന്യത്തെ കെടുത്താനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. ചങ്ങനാശ്ശേരി അത്ര മോശം സ്ഥലമല്ല. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ചങ്ങനാശ്ശേരിയുടെ പാരമ്പര്യം മതമൈത്രിയുടെയും സാഹോദര്യത്തിന്റെയും പാരമ്പര്യമാണ്. ചങ്ങനാശ്ശേരിയിൽ ഇവിടുത്തെ ഒരു സൗഹൃദ അന്തരീക്ഷം കേരളത്തിന് മുഴുവൻ മാതൃകയാണ്. ക്രിസ്മസ് ദിവസങ്ങളിൽ ഇവിടെ പള്ളിയിലെ പെരുന്നാളും അമ്പലത്തിലെ ഉത്സവവും അതേപോലെ മുസ്ലിം പള്ളിയിലെ അതൊക്കെ ശരിയാണ്. പക്ഷെ ശ്രീ വി രാധാകൃഷ്ണൻ, താങ്കൾ ഇപ്പോൾ ഇതിങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ നമുക്കും ഒരു സംശയം വരികയാണ്. ഈ ജാതി മതവും നോക്കിയല്ല സമരം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ ചങ്ങനാശ്ശേരിയിൽ തന്നെ ഇരുന്നുകൊണ്ട് ചങ്ങനാശ്ശേരിക്കാരുടെ മതേതര മൂല്യങ്ങൾ ഇല്ലെങ്കിൽ മതേതര കാഴ്ചപ്പാടുകളൊക്കെ ഉയർത്തി പറയുമ്പോൾ നമുക്ക് തന്നെ സംശയം തോന്നുന്ന രീതിയിലാണ്. അതല്ല ഇത് പാർട്ടിയുടെ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറിയാണ് ഇന്ന് ഇത്തരണത്തിലൊരു ആരോപണം ഉയർത്തിയത്. അത് നിസ്സാരമായി കാണാനാവില്ലല്ലോ. കാരണം അങ്ങനെയുള്ള ആരോപണങ്ങൾ ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന ദുഷ്പ്രചരണമാണ്. അതിനപ്പുറത്ത് ഇന്ന് സത്യത്തിൽ കേരളയിലെ പേരിൽ ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താതെ ധാർഷ്ട്യത്തോടു കൂടി എന്ത് വന്നാലും ഞങ്ങൾ ഇത് നടപ്പാക്കും, ഇത് വികസനത്തിന് വേണ്ടിയാണ് എന്നാണല്ലോ ഇവർ പറയുന്നത്. ഇത് കേരളത്തിൽ ഇപ്പോ ഏറ്റവും കൂടുതൽ കേരളത്തിലെന്നല്ല ഭാരതത്തിൽ തന്നെ റെയിൽ പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്ത കൊങ്കൺ റെയിൽവേ അടക്കം ഈ രാജ്യത്ത് സ്ഥാപിക്കുന്നതിന് നെടുനായകത്വം വഹിച്ച ഈ ശ്രീധരൻ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താ? കേരളത്തിലെ തെക്കു വടക്കായിട്ട് മതില് പോലെ ഉയരുന്ന ഈ സംവിധാനം, ആ സംവിധാനം വരുന്നതോടുകൂടി കേരളത്തിന്റെ നീരൊഴുക്ക് തടസ്സപ്പെടും. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ശ്രീധരൻ BJP-യുടെ സ്ഥാനാർത്ഥി കൂടിയായ BJP നേതാവായതുകൊണ്ട് അതിപ്പോ എല്ലാവരും എടുക്കുക അഭിപ്രായം എന്നുള്ളത് അല്ലല്ല. അത് അദ്ദേഹം BJP ആവുന്നതിനൊക്കെ എത്രയോ കാലം മുമ്പാണ് റെയിൽവേയുടെ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് അവഗാഹമായ അല്ല. അപ്പൊ അദ്ദേഹം BJP ആയതാണ് നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസത്തിന് കാരണം. മുന്നേ അദ്ദേഹം ഈ പദ്ധതിക്ക് അനുകൂലമായിരുന്നു. അല്ലല്ല, കേരളത്തിൽ അതിവേഗ പാത വരിക എന്ന അദ്ദേഹത്തിന്റെ ആശങ്ക നമ്മൾ കേട്ടതാണ്, വായിച്ചതാണ്. അല്ല, അതിവേഗ പാത വേണമെന്ന ആഗ്രഹം എനിക്കും നിങ്ങൾക്കും എല്ലാം ഉണ്ട്. പക്ഷെ അത് പ്രായോഗികമാണോ എന്ന് ആലോചിക്കണം. അത് പ്രായോഗികമാക്കുമ്പോ ഈ കേരളം ഇല്ലാതാകുമോ എന്ന് ആലോചിക്കണം. അവിടെയാണല്ലോ പോയിന്റ്. അത് പ്രായോഗികമാണോ അല്ലെങ്കിൽ ജനങ്ങളെ അത് എത്രത്തോളം ബുദ്ധിമുട്ടിപ്പിക്കും എന്നുള്ളതാണ്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ ആഗ്രഹവും നമ്മുടെ സ്വപ്നവും നടപ്പാക്കുമ്പോ ഈ സമൂഹം ഇല്ലാതായാൽ, ഒരു പ്രദേശം ഇല്ലാതായാൽ, മുഖ്യമന്ത്രിയുടെ സ്വപ്നമാണ് എന്ന് പറഞ്ഞിട്ട്
പാർട്ടിയുടെ ആഗ്രഹമാണ് എന്ന് പറഞ്ഞ് പാർട്ടിയുടെ പ്രകടന പത്രികയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി ഈ കേരളത്തെ ഇല്ലാതാക്കുമെങ്കിൽ അത് തിരിച്ചറിയുന്നത് ഈ ശ്രീധരനാണ് എന്നതുകൊണ്ട്, അദ്ദേഹം BJP-കാരനാണ് എന്നതുകൊണ്ട് അദ്ദേഹം പറയുന്നത് തെറ്റാകുമോ? BJP-കാരനാണ് എന്നുള്ളത് അതൊരു വലിയ പോയിന്റ് തന്നെയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇവിടെ സിൽവർ ലൈൻ പോലെ ഒരു വലിയ പദ്ധതി, സ്വാഭാവികമായിട്ടും വലിയ സമരം ഉണ്ടാവും. അപ്പം സമരത്തിനൊക്കെ പിന്തുണ നൽകുമ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് അപ്പുറത്തേക്ക് ഇതിലിപ്പം പദ്ധതിയുടെ ശരിയായ കാര്യങ്ങൾ, അതായത് സാമ്പത്തിക, പാരിസ്ഥിതിക, സാമൂഹ്യ വെല്ലുവിളി, അതൊക്കെയല്ലേ നാട്ടുകാരോട് പറയേണ്ടത്. അത് പറയാനുള്ള ഒരു ഉത്തരവാദിത്തം പ്രതിപക്ഷത്തിനില്ലേ? എന്തുകൊണ്ട് അത് നടക്കുന്നില്ല? ആ ചോദ്യം തന്നെ തെറ്റാണ്. നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള മുഴുവൻ വിഷയങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ കൃത്യമായ നിലപാടുകൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചു. നിലപാടല്ല, പഠനം. ഏതാ? പഠനം നടത്തേണ്ടതില്ലേ? ഇപ്പം DPR ഇറക്കി സർക്കാർ കൃത്യമായിട്ട് എന്താണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഇതെങ്ങനെ ബാധിക്കും? പറഞ്ഞു. തീർച്ചയായിട്ടും സർക്കാർ ഇറക്കിയിട്ടുള്ള DPR-നെ സംബന്ധിച്ചും ഇതുമൂലം, ഈ പദ്ധതി മൂലം ഉണ്ടാകാൻ പോകുന്ന കേരളം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെ കുറിച്ചും കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടുകൂടി കൃത്യമായ പഠനം നടത്തിയിട്ടുണ്ട്. ആ പഠനത്തിന്റെയും വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതിക്കെതിരായ വളരെ ശക്തമായ നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. അത് നിയമസഭയിൽ നമ്മൾ കണ്ടതാണ്. കൃത്യമായിട്ട് പ്രതിപക്ഷം അതിനെക്കുറിച്ച് സംസാരിച്ചതുമാണ്. പക്ഷെ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ, സമരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ജനങ്ങൾ പറയുന്നത് താങ്കൾ കേൾക്കുന്നുണ്ടോ? ഇത്തരത്തിലുള്ള നിങ്ങൾ നടത്തിയ പഠനത്തിൽ യാതൊരു കാര്യങ്ങളുമല്ല. ഇവരുദ്ദേശിക്കുന്നത് ഇവർ പറയുന്നത് മറ്റു കാര്യങ്ങളാണ്. ജനങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള വികാരത്തിന് അപ്പുറത്തേക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെട്ട ആളുകളാണെങ്കിൽ പോലും പറയുന്നത് മറ്റു കാര്യങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ വസ്ത്രധാരണം, മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ അല്ലെങ്കിൽ കുടുംബത്തിനെ കുറിച്ച്, അതിനപ്പുറം അദ്ദേഹത്തിന്റെ ചികിത്സയെക്കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. കൃത്യമായിട്ട് ഈ പദ്ധതിയെക്കുറിച്ചല്ലേ സമരക്കാർക്കിടയിൽ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതും അവരോട് കാര്യങ്ങൾ പറയേണ്ടതും? ഒറ്റപ്പെട്ട ചില ആളുകൾ ഒരു ആവേശത്തിന്റെയോ പ്രതിഷേധത്തിന്റെയോ അടിസ്ഥാനത്തിൽ നടത്തുന്ന പ്രതികരണങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെയോ സമരരംഗത്ത് നിൽക്കുന്നവരുടെ അഭിപ്രായമായി കാണുന്ന മനസ്സ് അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ സമരം ചെയ്യുന്നതിൽ കോൺഗ്രസ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്, ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ സമരമായി ഞങ്ങൾ കാണുന്നില്ല. ഇത് ഞങ്ങളുടെ ഒരു പാർട്ടിയുടെ തീരുമാനപ്രകാരം ഞങ്ങൾ ആവിഷ്കരിച്ച സമരമായി ഞങ്ങൾ കാണുന്നില്ല. ഇത് സമൂഹത്തിലെ വ്യത്യസ്തമായ രാഷ്ട്രീയ കക്ഷികൾ, സാമൂഹിക സംഘടനകൾ, സാംസ്കാരിക സംഘടനകൾ, ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മേനോനെ പോലുള്ള, ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മേനോനല്ല, ഇടതുപക്ഷ സൈദ്ധാന്തികനായ മേനോനെ പോലുള്ള ആളുകൾ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്ന ഇടതുപക്ഷ സംഘടന, അവരൊക്കെ ഒന്നുചേർന്ന് നടത്തുന്ന പോരാട്ടങ്ങളുടെ ഭാഗമാണ് ഞങ്ങൾ. ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ജനകീയ സമരസമിതി പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ക്രിയാത്മകമായ പിന്തുണ കൊടുക്കുന്നു, രാഷ്ട്രീയമായ പിന്തുണ കൊടുക്കുന്നു. ഇനി നേതൃത്വം നൽകേണ്ട സന്ദർഭങ്ങൾ വന്നാൽ ഞങ്ങൾ നേതൃത്വം നൽകും. അവിടെ കൊടിവെച്ച് സമരം ചെയ്യലല്ല കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ സമരമായി പാർട്ടി സംഘടനാ തീരുമാനപ്രകാരം നടത്തുന്ന സമരമല്ല ഇത്. ഉയർന്നു വരുന്ന ജനകീയ സമരത്തിൽ പ്രതിപക്ഷം കോൺഗ്രസ് ക്രിയാത്മകമായ പിന്തുണ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മുതലെടുപ്പിന് വേണ്ടി നടത്തുന്ന സമരമല്ല. ഇത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലെന്ന് ആർക്കാണ് പറയാൻ കഴിയുക? കോൺഗ്രസിന്റെ അതേ നിലപാടിലാണ് BJP-യും എന്ന് തോന്നുന്നു. BJP-യും സമരക്കാർക്കൊപ്പം തന്നെയാണ്. അങ്ങനെയെങ്കിൽ സമരത്തിൽ കോൺഗ്രസുമായി BJP വേദി പങ്കിടാൻ സാധ്യതയുണ്ടോ? അങ്ങനല്ലല്ലോ. BJP-യും കോൺഗ്രസും തമ്മിലുള്ള സമരമല്ല, ഒന്നിച്ച് വേദി പങ്കിടുന്ന സമരമല്ല. ഇതിൽ CPM ഉണ്ടല്ലോ. CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ, DYFI-യുടെ ഭാരവാഹികൾ ഈ സമരരംഗത്തുണ്ടല്ലോ. ഈ വരുന്ന ചാനലുകളിൽ വരുന്ന പ്രതികരണങ്ങളിൽ സമരരംഗത്ത് വരുന്ന ആളുകൾ ആരാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗം, DYFI-യുടെ മേഖലാ സെക്രട്ടറി, CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം അടക്കമുള്ള ആളുകൾ ഈ സമരരംഗത്തുണ്ട്. SUCI കോൺഗ്രസ് സംഘടനയാണോ? CPIML കോൺഗ്രസ് സംഘടനയാണോ? ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോൺഗ്രസ് സംഘടനയാണോ? അല്ലല്ലോ. അവരെല്ലാം ഇടതുപക്ഷ സംഘടനകളാണ്. അപ്പൊ ആ സംഘടനകളൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം സമരത്തെ പൂർണ്ണമായും എതിർക്കുന്നതും സമരത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടാക്കുന്നതും, അതായത് ആ വിവരങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അങ്ങനല്ല. വളരെ കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ആളുകൾ കോൺഗ്രസുകാർ മാത്രമല്ല, ഒട്ടനവധി ആളുകൾ 6000-ലധികം പേജുള്ള DPR റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം സ്വീകരിക്കുകയും
അതിൽ ഏതൊക്കെയാണ് പാളിച്ചകൾ എന്ന് കൃത്യമായ പഠനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, റെയിലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സർവേ, ആ സർവേ ചെയ്യുന്നതിന് ആരാണ് അധികാരം നൽകുന്നത്, ആ സർവേ ആക്ട് എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണയുള്ള ഒരാളാണ് ഞാൻ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പലർക്കും അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവും. ശരി, അനിൽ ബോസ്, താങ്കളുടെ ലൈൻ പ്രശ്നമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. സർവേ നടത്തണമെങ്കിൽ അനിൽ ബോസ് പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ CPM-ന്റെ ആൾക്കാർ വരെ സമരരംഗത്തുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുണ്ടോ? ഇതൊക്കെയാണ് അവർക്ക് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് ആളെ അണിനിർത്താൻ വേണ്ടി കഴിയുന്നില്ല. പിന്നെ അവരിങ്ങനെ തെറ്റായ കുറെ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാം. സർക്കാരിന് സാധിച്ചില്ലേ? ഞാൻ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ടായിരുന്നു ഇടപെട്ടത്. CPM-ന്റെയോ സമരത്തിൽ പങ്കെടുക്കുന്നില്ല. ഒരു സെക്കൻഡ് അദ്ദേഹം ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. പറഞ്ഞോളൂ ശ്രീ അനിൽ. ഒരു സെക്കൻഡ്. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെയും അതിനപ്പുറമുള്ള കോടതികളെയും സമീപിക്കേണ്ടി വന്നാൽ സമീപിക്കാൻ തീരുമാനമെടുത്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഒരാളുടെ വസ്തുവിൽ കടന്നു കയറി ഒരു കല്ലിടണമെങ്കിൽ, അതിൽ സർവേ നടത്തണമെങ്കിൽ അതിന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ചട്ടങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. അതിൽ ആർക്കാണ് അത് ചെയ്യാൻ അധികാരം? അവർക്കുണ്ട്. സർവേ ഓഫീസർക്ക് നിശ്ചയിച്ചിട്ടുള്ള അധികാരങ്ങളുണ്ട്. അതല്ലാത്ത ഉദ്യോഗസ്ഥന്മാർക്ക് അത് ചെയ്യാൻ കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത ദിവസം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സർവേ കല്ല് സ്ഥാപിക്കലും ഊരലും വലിയ ചർച്ചയായി മാറുന്ന സാഹചര്യത്തിൽ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ ഈ ചർച്ചയിൽ ഉത്തരവാദിത്തപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. കാരണം ഒരാളുടെ വസ്തുവിലേക്ക് കടന്നു കയറി സർവേ നടത്താൻ ആർക്കാണ് അധികാരം? അതിനെ സംബന്ധിച്ച് തർക്കമുണ്ട്. ആർക്കാണ് അവിടെ കല്ലിടാൻ അധികാരം? അതിനെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായ തർക്കമുണ്ട്. ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. എവിടെ കടന്നു കയറുന്ന പോലീസ് പോലും കൃത്യമായ അവരുടെ നെയിം ബോർഡുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. CPM-കാർ വേഷം മാറി വരുന്നതാണോ എന്ന് പോലും ആരോപിക്കേണ്ട സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ജനങ്ങളെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ഇടപെടൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ, അതിനപ്പുറം അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഇടപെടാൻ പോകുന്നു എന്നത് ഈ ചർച്ചയിൽ ഞാൻ നിലപാടെന്റെ പ്രഖ്യാപിക്കുകയാണ്. ഇത് കോൺഗ്രസ് പാർട്ടിയും ഐക്യ ജനാധിപത്യ മുന്നണിയും നടത്തുന്ന സമരമായി നിങ്ങൾ ഇതിനെ വ്യാഖ്യാനിക്കേണ്ട, പ്രതിപക്ഷം നടത്തുന്ന സമരമായി ഇതിനെ വ്യാഖ്യാനിക്കേണ്ട. ഞങ്ങളുമായി രാഷ്ട്രീയമായി ഒരിക്കലും ചേർന്ന് പോകാത്ത ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ സമരരംഗത്തുണ്ട്. മറ്റൊരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പൊ ആ രാഷ്ട്രീയ പ്രസ്ഥാനം. അനിൽ ബോസ്, ഞാൻ വരാം. സനോജ്, നമ്മൾ അതായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇടതുപക്ഷത്ത് ഇല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ആളുകൾ കൂടി സമരത്തിലുണ്ട് എന്ന് കോൺഗ്രസ് നേതാവ് പറയുമ്പോൾ എന്താണ് കൃത്യമായിട്ട് ഇടതുപക്ഷത്തുള്ളവരെ പോലും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് സാധിച്ചില്ല എന്നാണോ? ഈ അനിൽ ബോസ് പറയുമ്പോഴേക്ക് ഇടതുപക്ഷത്തിലുള്ളവരെ പോലും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കണ്ട. ഇടതുപക്ഷത്തിന്റെ ആളുകൾക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ആ കാര്യത്തിനകത്ത് ഒരു ആശങ്കയില്ല. CPM-ന്റെയോ DYFI-യുടെയോ അങ്ങനെയൊന്നും ആരും അങ്ങനെയുള്ള സമരത്തിൽ പങ്കെടുക്കുന്നില്ല. അതൊക്കെ അവരുടെ ഒരു ആഗ്രഹമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ആളുകൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളത്. ഇവിടെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഒരു സ്ത്രീ പോലും ഇന്ന് ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അല്ലെന്ന് പറഞ്ഞ ആളുകളെ അധിക്ഷേപിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ട ദിവസമാണെന്ന്. എല്ലാം വീഡിയോ നവമാധ്യമങ്ങളിലുണ്ട്. നിങ്ങളുടെ ആഗ്രഹമാണ് CPM-ന്റെയും DYFI-യുടെയും ആളുകളെല്ലാം ഈ സമരത്തിൽ വരണമെന്നുള്ളത്. നിങ്ങള് അങ്ങനെ വരാതിരിക്കുന്ന ഘട്ടം വന്നപ്പോ നിങ്ങൾ ആൾക്കൊണ്ട് നിർത്തിയിട്ട് ഞാൻ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറാണ്, ഞാൻ DYFI-യുടെ ഇന്ന ആളൊക്കെ പറയിപ്പിക്കുകയാണ്. അതിന്റെ എല്ലാം കൃത്യമായ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ അത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നിങ്ങൾ നമ്മൾ നാളെ പറ. ഇവിടെ അത് നിയമമില്ലെന്നാ പറയുന്നത്. സർവേ കല്ലിടാനും സർവേ നടത്താനും നിയമമില്ലെന്നാ പറയുന്നത്. ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങൾ ഹൈക്കോടതി പോയി മറന്നുപോയി. അത് ഹൈക്കോടതി എന്താ പറഞ്ഞത് അവസാനം? രാജ്യത്ത് നിലവിലുള്ള നിയമം അനുസരിച്ചിട്ടാണ് ഈ സർവേ നടപടികൾ പൂർത്തീകരിക്കുന്നത്. സർവേ നിയമത്തിന്റെ 4(1) വകുപ്പ്, റവന്യൂ വകുപ്പ് അധികാരികൾ അവരാണ് അവിടെ പോയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ആരെങ്കിലും വേഷം മാറിപ്പോയി ചെയ്യുന്നതല്ല. ഇതെല്ലാം നിയമം അനുശാസിക്കുന്ന പ്രകാരം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോ ഈ സർവേ നടപടി എന്ന് പറയുന്നത് സാമൂഹ്യാഘാത പഠനം നടത്താൻ വേണ്ടിയിട്ടാണ്.
അത് ആ പഠനത്തിന് ശേഷം അതിനുശേഷം റെയിൽവേ ബോർഡിന്റെ ഉൾപ്പെടെ അംഗീകാരം കിട്ടിയാൽ മാത്രമേ സ്ഥലം ഏറ്റെടുക്കൽ പ്രക്രിയക്ക് ഇവർ നടപ്പാക്കുന്നുള്ളൂ. ഇതിവിടെ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. ഇത് ഈ കല്ലിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഭൂമി അവർ എടുത്തുകൊണ്ട് പോവുകയാണ്, ഇനി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടി പോകുന്നില്ല എന്നൊക്കെയുള്ള തെറ്റായ കാര്യങ്ങൾ ഇവിടെ ചില രാഷ്ട്രീയ ലക്ഷ്യത്തെ മുൻനിർത്തിയിട്ട് പ്രചരിപ്പിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്ത് ഇങ്ങനെല്ലാമുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പാലിക്കുന്നതിലും അതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം കൊടുക്കുന്നതിലും കേരളം ഏറ്റവും മാതൃകാപരമായ സമീപനമാണ് സ്വീകരിച്ചത്. ഏറ്റവും കൂടുതൽ തുക കൊടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ ആവശ്യമായ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. സനോജ് തയ്യാറാണെങ്കിൽ സനോജ് അനുവദിക്കുമെങ്കിൽ തടസ്സപ്പെടുത്തില്ല. ഇല്ല ഞാൻ തടസ്സപ്പെടുത്താനില്ല അങ്ങ് അനുവദിക്കുമെങ്കിൽ ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ അങ്ങ് അനുവദിക്കുമെങ്കിൽ ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ അല്ല ധന്യ ചോദിച്ചാൽ മതി, ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾ ഇത് തന്നെ പ്രചരിപ്പിച്ചു. ധന്യ ചോദിച്ചാൽ മതി, ഞാനൊരു ചോദ്യം തരാം, അത് ധന്യ ചോദിച്ചോളൂ, ഞാൻ ചോദിക്കുന്നില്ല. ആളുകളെല്ലാം കൃത്യമായ നഷ്ടപരിഹാരം വാങ്ങി ആ കാര്യവുമായി ബന്ധപ്പെട്ട് അവര് മുന്നോട്ട് പോയി. ഒരു പ്രശ്നം ഇപ്പൊ അവർക്കില്ല. എന്തേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ എന്താ അവിടെ പോയി ഈ പാക്കേജ് കൂടി വലിയ കാര്യമാണല്ലോ ശ്രീ അനിൽ ബോസ്. കാരണം ഇവിടെ ഈ ലൈൻ ഇടാൻ ഒരു സെക്കൻഡ് ഞാൻ ചോദിക്കുന്നു. സുതാര്യമല്ല എന്നാണ് അരുൺ ബോസ്, ഞാൻ പറയട്ടെ, സുതാര്യമല്ല എന്നാണ്. എവിടെയാണ് ഇതിന് സുതാര്യതയുടെ പ്രശ്നം? നിങ്ങൾ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു, അടിയന്തര പ്രമേയം അനുവദിച്ചു, ചർച്ച ചെയ്തല്ലോ, ലോകം കണ്ടല്ലോ. എന്തൊക്കെ വാദഗതിയിലാണ് നിങ്ങൾ ഉന്നയിച്ചതെന്നും എന്താണ് ഗവൺമെന്റ് മറുപടി പറഞ്ഞതെന്നും എന്താണ് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ കേരളത്തിന്റെ വികസനം മുടക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അതിന് വലിയ വില കോൺഗ്രസ് കൊടുക്കേണ്ടി വരും. കേരളത്തിലെ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആളുകൾ ഈ പദ്ധതിക്ക് അനുകൂലമാണ്. നിങ്ങൾ ഈ പറയുന്ന പോലെ നീരൊഴുക്ക് തടസ്സപ്പെടും എന്നൊക്കെ പറയുന്നത്, കേരളത്തിൽ വീണ്ടും പ്രളയം ഉണ്ടാവും എന്നൊക്കെയാ പറയുന്നത്. കേരളത്തിൽ ഒന്നും രണ്ടും പ്രളയം ഈ സമീപകാലത്ത് ഉണ്ടായത് കേരളയിൽ ഉള്ളതുകൊണ്ടാണോ? അതിനൊക്കെ കൃത്യമായ കാരണമുണ്ട്. ഏറ്റവും പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന യാത്രാ മാർഗമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നം എന്ന് പറയുന്നത് കാർബണിന്റെ ബഹിർഗമനമാണ്. ഈ കാർബണിന്റെ ബഹിർഗമനം ഉണ്ടാവാൻ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം സ്വകാര്യ വാഹനങ്ങൾ ഞാൻ ആലോചിക്കുന്നത് എന്താണെന്നറിയോ, കൃത്യമായിട്ട് ഇപ്പൊ നമ്മൾ ചർച്ചയിൽ സംസാരിക്കുന്നത് പോലെയെങ്കിലും നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പരിധി വരെ ഈ ഇത്രയും വലിയ പ്രതിഷേധം നമുക്ക് ഒഴിവാക്കാമായിരുന്നില്ലേ എന്നതാണ്. ഞാൻ രണ്ടുപേരിലേക്കും ഞാൻ വരാം. ശ്രീ അനിൽ ബോസ്, രാധാകൃഷ്ണ മേനോൻ, ഞാൻ തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഇവിടെ ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതാണ് BJPയും ചെയ്യുന്നത്. സമരം ചെയ്യുന്ന ജനങ്ങൾക്കൊപ്പം നിൽക്കുക, കോൺഗ്രസും അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ തരത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഭരണപക്ഷത്തുള്ളവർ പറയുന്ന പോലെ ഒരു കോൺഗ്രസ് BJP ബന്ധം ആരോപിക്കലല്ല. എങ്കിലും ചോദിക്കുന്നത് ഒരുമിച്ച് നിന്നല്ലാതെ, ഞാനൊരു വിശാല സഖ്യത്തെക്കുറിച്ചാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാൻ, ഇല്ലെങ്കിൽ ഈ പദ്ധതിക്കെതിരായി പ്രവർത്തിക്കാനുള്ള എന്തെങ്കിലും ഒരു ആലോചനകൾ നടക്കുന്നുണ്ടോ പാർട്ടിയിൽ? ഇവിടെ ആരെങ്കിലും ഒരുമിച്ച് നിൽക്കുക എന്നുള്ള ഒരാലോചനയും നടത്തിയിട്ടില്ല. എന്നാൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്ന തീരുമാനം എടുത്തിട്ടില്ല. കാരണം ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ ബാധ്യതപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇപ്പോൾ ഇവിടെ നേരത്തെ CPMന്റെ പ്രതിനിധി ജനങ്ങളെ എത്രമാത്രം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അഭിപ്രായം പറയുന്നത്. നമുക്കറിയാലോ, മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ ഇതിനെക്കുറിച്ച് ജനങ്ങളോട് പറഞ്ഞ എന്താ? ബഫർ സോൺ എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ഇതിനില്ല. അദ്ദേഹം അത് തിരുത്തിയല്ലോ. അതെ, അപ്പോ ഈ CPMന്റെ നേതാക്കന്മാരടക്കം ഈ നാട്ടിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം ഇങ്ങനെയാണ്. അപ്പൊ ഇതില് എന്താണ് യാഥാർത്ഥ്യമെന്ന് ഇവിടുത്തെ ഈ നാട്ടിലെ ജനങ്ങളെ മനസ്സിലാക്കാനുള്ള അവസരം നിഷേധിക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഞങ്ങളെല്ലാം സുതാര്യമാണ്, എല്ലാവരെയും അറിയിച്ചിട്ടാണ് എന്ന് പറയുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായി ഈ പദ്ധതിയുമായി ഇറങ്ങുമ്പോൾ നിരാലംബരായ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ ബാധ്യതപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ജനങ്ങൾക്കൊപ്പം BJP നിലപാടെടുക്കുന്നു. അതാണ് ഇവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ നാട്ടിലുടനീളം ഉണ്ടാവാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കേരളത്തിൽ എങ്ങനെയാണ് ആ ബോധവൽക്കരണം? എങ്ങനെയാണ്? BJPയുടെ നേതൃത്വത്തിൽ തന്നെ
ജില്ലാ അടിസ്ഥാനത്തിൽ കേരയിൽ കടന്നു പോകുന്ന പ്രദേശങ്ങളിലൊക്കെ ജില്ലാ അധ്യക്ഷന്മാർ നേതൃത്വം കൊടുക്കുന്ന പദയാത്രയും പ്രചരണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ തൃശ്ശൂർ ജില്ലയിലെ പദയാത്ര ഇന്നലെ സമാപിച്ചു. ഇന്നിപ്പോ 29-ന് കോട്ടയം ജില്ലയിലുടനീളം 29, 30, 31 തീയതികളിൽ 3 ദിവസമായി ഈ യാത്ര കേരയിൽ പോകുന്ന പ്രദേശങ്ങളെ സ്പർശിച്ചുകൊണ്ട് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ പദയാത്ര കൂടി ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏതെങ്കിലും ആളുകളോട് ഒപ്പം നിൽക്കുന്നോ മാറി നിൽക്കുന്നോ എന്നുള്ളതല്ല, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു, അങ്ങനെ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നു എന്ന ശക്തമായ തീരുമാനത്തിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. ഈ നാടിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ ഈ കേരളം ഉണ്ടെങ്കിലല്ലേ കേരളയിലുള്ളൂ. അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഇല്ലാതാക്കാൻ പോകുന്ന ഒരു പദ്ധതിയായി ഇതിനെ കൊണ്ടുവരുന്നു. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ അത് പറയാൻ അതിലെ കമ്മ്യൂണിസ്റ്റുകാരും ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവരും എല്ലാം സത്യം തിരിച്ചറിയുന്നവർ ആ വസ്തുതകൾ പറഞ്ഞുകൊണ്ട് സമരരംഗത്തേക്ക് വരികയാണ്. സത്യം എന്താണ് എന്നുള്ളത് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാ. പഠനങ്ങളല്ലേ നടക്കുന്നത്. ഇപ്പം സർവേക്ക് വേണ്ടിയാണ് ഈ കല്ലിടൽ പോലും നടത്തുന്നത്. അപ്പൊ എങ്ങനെയാണ് സത്യം ബോധിപ്പിക്കുന്നു ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജാഥകൾ നടത്തുന്നു എന്നൊക്കെ പറയുന്നത്? എന്താണ് അവിടെ സംസാരിക്കുന്നത്? ആളുകൾ എന്താണ്, അവർ തെറ്റിദ്ധരിക്കുകയാണോ, കാര്യങ്ങൾ ശരിയായാണോ മനസ്സിലാക്കുന്നത് എന്നൊക്കെയുള്ള വലിയ പ്രശ്നം അവിടെ ഇല്ലേ? കാരണം പദ്ധതി മാറുമ്പോൾ നിലപാട് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. ഇപ്പം കോൺഗ്രസ് പ്രതിനിധിയാണെങ്കിലും BJP പ്രതിനിധിയാണെങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇവരൊക്കെ സംസാരിക്കുന്നത് പദ്ധതി ശരിയായി പോകുമ്പോൾ ഈ നിലപാടെല്ലാം മാറ്റേണ്ടി വരുമോ വർഷങ്ങൾക്ക് ശേഷം? അതും കൂടെ നോക്കണ്ടേ? പദ്ധതി ശരിയായി പോകുമ്പോൾ ശരിയായ രീതിയിൽ രൂപപ്പെട്ടാൽ ഈ നിലയിലല്ലാതെ ഇപ്പൊ, കാരണം കേരളയിൽ നേരത്തെ നമ്മൾ ഹൈസ്പീഡ് റെയിൽ എന്നുള്ള സങ്കല്പം പറഞ്ഞു. ഹൈസ്പീഡ് റെയിൽ കേരളത്തിൽ പ്രായോഗികമല്ല എന്ന് പിന്നീട് തീരുമാനം വന്നു. അതിനുശേഷം സെമി സ്പീഡാണ് നല്ലത് എന്നുള്ള അഭിപ്രായം ഇടയ്ക്ക് വന്നു. ഇങ്ങനെ പല രീതിയിലുള്ള ചർച്ചകൾ റെയിലുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം തന്നെ ചർച്ച തുടങ്ങുമ്പോഴേ സൂചിപ്പിച്ചത്. ഈ റെയിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേരളത്തിൽ പഠനം നടത്താനും അഭിപ്രായം പറയാനും കഴിയുന്ന ഏറ്റവും വിദഗ്ധനായ വ്യക്തി എന്നുള്ള നിലയിൽ ശ്രീധരന്റെ അഭിപ്രായങ്ങൾ തേടുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തെ തുടർന്ന് അദ്ദേഹം രൂപപ്പെടുത്തിയ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിനും ഭാരതീയ ജനതാ പാർട്ടി സമർപ്പിച്ചിട്ടുണ്ട്. അപ്പം കേന്ദ്ര സർക്കാർ ഈ കേരളിന് അനുമതി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ റിപ്പോർട്ട് കൂടി പരിഗണിക്കാൻ ഇടവരും എന്ന ഉത്തമ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ആ നിലയിൽ തന്നെ കേരളത്തിന്റെ കാര്യങ്ങളിൽ കേരളത്തിന്റെ പശ്ചാത്തലം, ഇപ്പോ നമ്മൾ ഹൈസ്പീഡ് റെയിൽ ഇന്ത്യയിൽ എല്ലായിടത്തും നടത്തണം എന്നൊരു തീരുമാനമെടുത്താൽ ഓരോ പ്രദേശത്തിനും പ്രാദേശികമായ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വേണം പദ്ധതി ആവിഷ്കരിക്കാൻ. ഇന്നിവിടെ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി കേരളത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ, ഇവിടുത്തെ പരിസ്ഥിതി ലോല പശ്ചാത്തലത്തെ ഇതിനെയൊന്നും അഭിമുഖീകരിക്കുന്ന തരത്തിലല്ല എന്ന യാഥാർത്ഥ്യം. എല്ലാ സംസ്ഥാനത്തും ഇതേ കാലാവസ്ഥയും ഇതേ സാഹചര്യവും ഇതേ മണ്ണുമല്ലല്ലോ. അപ്പൊ അങ്ങനെയെല്ലാമുള്ള വസ്തുതകൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് അതോടൊപ്പം ഈ വസ്തു നഷ്ടപ്പെടുന്ന ജനങ്ങളെ അടക്കം ഇക്കാര്യം പറഞ്ഞു ബോധിപ്പിക്കാനുള്ള ബാധ്യത ഏറ്റെടുക്കാത്ത സർക്കാരിന്റെ തെറ്റായ സമീപനം, അവരെ ഭീഷണിപ്പെടുത്തി അവരെ ഒപ്പം നിർത്താൻ, അവരെ ഭയപ്പെടുത്തി കൂടെ കൊണ്ടുവരാൻ, അവരുടെ വസ്തു പിടിച്ചെടുക്കാൻ അങ്ങനെയുള്ള നടത്തുന്ന നീക്കമാണ്. വാക്കുകളൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ സാധാരണ ജനങ്ങളോട് ദിവസവും സംസാരിക്കുന്നില്ലെങ്കിൽ കാണുന്ന ആൾക്കാർ കൂടിയാണ്. അപ്പൊ അവരെ ഏതൊക്കെ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് പദ്ധതിയെക്കുറിച്ച്? അതായത് പൂർണ്ണമാകാത്ത ഇല്ലെങ്കിൽ പഠനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ മനുഷ്യരെ ചതിക്കുന്നത് പോലെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. സനോജ്, ഇവിടെ ഈ പദ്ധതിയെ എതിർക്കുന്നവർ അവർ പലരും നന്ദിഗ്രാം അനുഭവം CPM ഓർക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിൽ വലിയ തെറ്റായിട്ടൊന്നും തോന്നാനില്ലല്ലോ. കാരണം ഏത് നാട്ടിൽ ആർക്കാണോ വികസനം വേണ്ടത് അവരെ കൃത്യമായി കാര്യങ്ങൾ ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നന്ദിഗ്രാം ആവർത്തിക്കുമെന്ന് പറയുന്നവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ലല്ലോ. ഇതൊക്കെ ഇവരുടെ വ്യാമോഹമാണ്. ഇവര് ധരിക്കുന്നത് 1957 ഗവൺമെന്റ് പിരിച്ചുവിട്ട പോലെ ഈ 2022 ഈ ഗവൺമെന്റ് പിരിച്ചുവിട്ടാൻ പറ്റുമെന്നാണ്. 57 2022 എന്ന് ഇവരെല്ലാം ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഇവിടെ ഇവർ പറയുന്നത് ഇത് നിയമവിരുദ്ധമായി സർക്കാർ ആളുകളുടെ ഭൂമി കയ്യേറുകയാണ്, പിടിച്ചെടുക്കുകയാണ് എന്നൊക്കെയാണ്. ആരുടെ ഭൂമി അവിടെ പിടിച്ചെടുത്തത്? ഇവിടെ ഇപ്പം നടക്കുന്നത് എന്താ? റെയിൽവേ ബോർഡിന്റെ അന്തിമ അനുവാദം കിട്ടിയാൽ മാത്രമേ ഭൂമി ഏറ്റെടുക്കൽ നടപടിയിലേക്ക് പോകൂ. അപ്പൊ കേന്ദ്ര മന്ത്രിസഭയെ പ്രതികരിച്ചുകൊണ്ടുള്ള പാർട്ടിയുടെ ആളാണല്ലോ ഇപ്പൊ ഇവിടെ സംസാരിച്ചത്. അദ്ദേഹം എന്താ ഇവിടെ പറഞ്ഞത്? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ
ഇപ്പൊ ഈ അർദ്ധ അതിവേഗ പാത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രം ലോകത്ത് നടപ്പാക്കിയ പദ്ധതിയല്ല, ഇന്ത്യയിൽ ഇവിടെ മാത്രം നടപ്പാക്കുന്നത്. ഇതുപോലെയുള്ള ഇതിന് സമാനമായിട്ടുള്ള വിവിധ പദ്ധതികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടപ്പാക്കുന്നുണ്ട്. അവിടെയൊന്നും കാലാവസ്ഥ പ്രശ്നമില്ലേ? ഇപ്പൊ കേരളത്തിൽ ഇതൊന്നും പറ്റില്ല. BJP എങ്ങനെയാണ് പറയുന്നത്? എന്ത് നിലപാടാണിത്? ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ഇപ്പൊ കേരളത്തിൽ പറ്റില്ല എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്ന മറ്റൊരു കാരണം പരിസ്ഥിതി ലോല പ്രദേശത്തെ കൂടി കടന്നു പോകുന്നതൊക്കെയാണ്. ഇതിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇതിനെല്ലാം കൃത്യമായ അലൈൻമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ പരിസ്ഥിതി ലോക പ്രദേശങ്ങളിലൂടെയോ വന്യജീവി മേഖലയിൽ കൂടിയോ കടന്നു പോകുന്നില്ല എന്ന് അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമുള്ളൂ. പിന്നെ പ്രളയം ഉണ്ടാവുന്നത് റെയിൽവേ കൊണ്ടാണ്. കേരളയിൽ വന്നു കഴിഞ്ഞാൽ പ്രളയം ഉണ്ടാവുന്നൊക്കെയുള്ള വിദണ്ഡമായിട്ടുള്ള വാദഗതികൾ, അപ്പൊ ഇതൊക്കെ ജനങ്ങൾ പരിഹാസത്തോടെയാണ് നോക്കുന്നത്. ഇവിടത്തെ കാരണം മാത്രമേ ഉള്ളൂ രാഷ്ട്രീയമായി ഇതിനെ എതിർക്കുക എന്നുള്ളതാണ്. അതിന്റെ ഒരു യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇടതുപക്ഷത്തിന് തുടർ ഭരണം കിട്ടി. ഇനി ഈ പദ്ധതി കൂടി നടപ്പാക്കി 5 വർഷം കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നടപ്പാക്കി ജനങ്ങൾക്കിടയിൽ കുറച്ചുകൂടി അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവ് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് വിധത്തിലും ഈ വികസനത്തെ തടസ്സപ്പെടുത്തണം. BJP സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അവർ മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദ അജണ്ടക്കെതിരായി ശക്തമായ പ്രതിരോധം ഉയർത്തുന്നത് കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ആശയമാണ്. അതുകൊണ്ട് കേരളത്തെ തകർക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. അതവർ പ്രഖ്യാപിത അജണ്ടയാണ്. അതുകൊണ്ട് കേരളത്തെ തകർക്കണമെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റിനെ അട്ടിമറിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം ഇല്ലാതാക്കണം. അപ്പൊ അതുകൊണ്ട് ഈ രാഷ്ട്രീയമെല്ലാം മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരാണ്. ഇവിടെ കേരളം ഒരു വൈജ്ഞാനിക സമൂഹമാണ്. കേരളത്തിലെ ഈ വൈജ്ഞാനിക സമൂഹത്തെ ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ കേരളത്തിന്റെ വൈജ്ഞാനിക സരോജ്, ഇവിടെ ആ സമൂഹം ഇപ്പൊ പറഞ്ഞ ആ ഒരു ജനം തന്നെയാണ് തിരിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതാണ്. ജനമെല്ലാം തിരിഞ്ഞു നിൽക്കുന്നത് BJPയുടെയും കോൺഗ്രസിന്റെയും ഭാഗമായി നിൽക്കുന്ന അവരുടെ പ്രേരണയാൽ തെരഞ്ഞെടുക്കപ്പെട്ട കുറച്ചാളുകളാണ്. സ്വാഭാവികമായിട്ടും സ്ഥലം നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചില ആശങ്കയൊക്കെ ഉണ്ടാവും. ആ ആശങ്കയെ കാണുന്നു. അത് പരിഹരിക്കാൻ ആവശ്യമായ തുറന്ന സമീപനം ഗവൺമെന്റ് സ്വീകരിക്കുന്നു. അതിനുമപ്പുറത്ത് കുറച്ചാളുകളെ രംഗത്തിറക്കിയിട്ട് കേരളം നന്ദിഗ്രാമാക്കും എന്നൊക്കെ സർക്കാർ പരിഹരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രധാനപ്പെട്ട ഇപ്പൊ കഴിഞ്ഞ ദിവസം കല്ലായിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിലും ഒരു അറിയിപ്പും കിട്ടാതെ വീടിനകത്തേക്ക് ഇല്ലെങ്കിൽ ഗേറ്റിനകത്തേക്ക് കയറുക, കല്ലിടുക, അവരുടെ മുറ്റത്ത് കല്ലിടുക, ഇല്ലെങ്കിൽ തൊടിയിൽ കല്ലിടുക എന്നൊക്കെ പറയുന്ന സാധനം വില്ലേജ് ഓഫീസിൽ നിന്നെങ്കിലും ഒരു അറിയിപ്പ് നമ്മുടെ സ്ഥലത്ത് വന്ന് സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അറിയിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് അവിടെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അറിയുന്നില്ല എന്ന് പറയുന്നത് BJPയുടെ മംഗളം പ്രസിഡന്റ് അവിടെ വന്നിട്ട് ചാനലുകൾ വിളിച്ചിട്ട് അറിയില്ല എന്ന് പറയുന്നത് BJPയുടെ പ്രസിഡന്റ് പറയുന്നത്. BJPക്കാര് കോൺഗ്രസ്സുകാരും കൊണ്ടുവരുന്ന ആളുകൾ അവർ പരിശീലനം നടത്തിയിട്ട് ആളുകൾ കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയാൻ ഞാൻ CPM-ന്റെ മെമ്പറാണ്. അല്ല, ഇതിപ്പോ ഉദ്യോഗസ്ഥർ വരെ ഇപ്പം അവിടെ സർവേക്ക് പോകുന്ന ഉദ്യോഗസ്ഥർ അവര് രാവിലെ അവരുടെ ഡ്യൂട്ടിക്ക് പോകുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ അവിടെ ആരെയും അറിയിക്കുന്നില്ല എന്നാണ് ഈ പറഞ്ഞ നാട്ടുകാരല്ലേ. ഇപ്പൊ ചങ്ങനാശ്ശേരിയിലാണെങ്കിലും കോഴിക്കോടാണെങ്കിലും എറണാകുളത്താണെങ്കിലും ആളുകൾ പറയുന്നത് ഇവരാരും ഇത് അറിയുന്നില്ല. ഇവരൊരു സുപ്രഭാതത്തിൽ കയറി വരുന്നു, കല്ലിടുന്നു, പോകുന്നു. ഇതാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. BJPയുടെയും കോൺഗ്രസിന്റെയും ഭാഗമായി നിൽക്കുന്ന ആളുകൾ ഈ പ്രചരണം സംഘടിപ്പിക്കുകയാണ്. നിങ്ങളെ പറഞ്ഞത് കേരളയിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എത്ര കാലമായി നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്തത്. ഈ പദ്ധതി ഏതെല്ലാം വഴിയിൽ കൂടി കടന്നു പോകുന്നു, ഏതെല്ലാം പഞ്ചായത്തിൽ കൂടി കടന്നു പോകുന്നു, ഏതെല്ലാം വാർഡിൽ കൂടി കടന്നു പോകുന്നു, അതിനെല്ലാം വ്യക്തമായ വിവരങ്ങൾ നേരത്തെ തന്നെ ആളുകൾക്ക് അറിയാം. അത്രയും വ്യക്തമായ കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നത് ഓരോ പഞ്ചായത്തിലേക്കെങ്കിലും കാര്യങ്ങൾ കൈമാറി അത് ആ പഞ്ചായത്തിൽ ഏതൊക്കെ ഭാഗത്തെയാണോ ബാധിക്കാനല്ല ഏതൊക്കെ ഭാഗത്തു കൂടിയാണോ റെയിൽ കടന്നു പോകുന്നത് എന്നുള്ളത് അവരെ കൂടെ ബോധ്യപ്പെടുത്തണ്ടേ എന്നാണ് ചോദിക്കുന്നത്. ഇതെല്ലാം ഇവർ കളിക്കുന്ന നാടകമാണ്. നാടകീയമായ ചില കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് ഇതെല്ലാം നിങ്ങളെ പോലെയുള്ള ആങ്കർമാർ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് വളരെ അല്ല, ഞാൻ എന്റെ സംശയം ചോദിച്ചു. അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്തല്ല എന്റെ സംശയമായിട്ട് ചോദിച്ചു. അറിയിപ്പ് കൊടുത്ത് എവിടെയാണ് സർവേ നടന്നിട്ടുള്ളത് അതുകൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വ്യക്തമാക്കിയാൽ നന്നായിരിക്കും. ഏത് പ്രദേശത്താണ് അറിയിപ്പ് കൊടുത്തിട്ട്? കൃത്യമായും എല്ലായിടത്തും അറിയിപ്പ് കൊടുത്തിട്ടാണ് സർവേ നടന്നത്. റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അത് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരും പോലീസ് പറഞ്ഞിട്ടുണ്ടാവും. വസ്തു ഉടമസ്ഥർ അറിഞ്ഞിട്ടില്ല.
വസ്തു ഉടമസ്ഥർക്ക് അത് സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പ് ഒരു ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ല 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 അത് 100% മറ്റൊരു കാര്യം രാധാകൃഷ്ണൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ സനോജിനോട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. സനോജ്, ഇവിടെ ഈ സ്ഥലം വിട്ടുകൊടുത്തവർ ഒരു പക്ഷേ നഷ്ടപരിഹാരമൊക്കെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഈ പദ്ധതിയുമായിട്ട് അടുക്കുമ്പോൾ ഒരു പക്ഷേ ഇവരുടെ കാര്യങ്ങളെല്ലാം മാറ്റിയേക്കാം. എന്നാൽ പോലും ഇപ്പോൾ പോലീസ് പ്രയോഗിക്കുന്ന ബലപ്രയോഗങ്ങൾ ഇല്ലെങ്കിൽ പോലീസ് നടത്തുന്ന അവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, പോലീസ് പെരുമാറുന്ന രീതി, ഇതൊക്കെ എല്ലാ കാലത്തും ഇവരുടെ മനസ്സിൽ കിടക്കില്ലേ? അത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ തന്നെയല്ലേ ബാധിക്കുക? എന്താണ് ഈ പറയുന്നത്? രാവിലെ പോലീസ് സ്റ്റേഷനിൽ കുറച്ച് പോലീസുകാർ പോയിട്ട് ഒരു നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നതാണോ? ഇവിടെ കോൺഗ്രസും BJPയും ആളുകളെ മണ്ണെണ്ണ കുപ്പിയെടുത്തിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. ആളുകളുടെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിക്കുകയാണ്. ഈ ചെറിയ കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു സമരമുഖത്ത് ഇങ്ങനെ സംഘർഷം നടക്കുന്ന സ്ഥലത്തേക്ക് ചെറിയ കുട്ടികളെ കൊണ്ടുപോയിട്ട് ശരിയല്ല. പ്രത്യേകിച്ച് ഇങ്ങനെ അക്രമം നടക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് മാറ്റേണ്ടതുമാണ്. ഞാൻ ചോദിക്കുന്നത്, അവിടെ സമരം നടത്തിയ മുതിർന്ന ആൾക്കാരെയാണ്. മുതിർന്ന ആൾക്കാരെ റോഡിലിട്ട് വലിക്കുന്നു. പിന്നെ അവരെന്ത് ചെയ്യാൻ പറ്റും? ആളുകളുടെ ദേഹത്ത് മണ്ണെണ്ണ എടുക്കുമ്പോൾ അവരെ പിടിച്ചു മാറ്റൂല്ലേ പോലീസ്? അതിനല്ലേ പോലീസ് നിയമം പാലിക്കണ്ടേ? ഉദ്യോഗസ്ഥന്മാർക്ക് പരിക്ക് പറ്റിയാൽ അല്ലെങ്കിൽ അവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ ദേഹത്തെ മണ്ണെണ്ണ ഒഴിച്ച് ആരെങ്കിലും ഒരു തീപ്പെട്ടി കുറച്ചിട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും? ശരി, ചങ്ങനാശ്ശേരിയിൽ അത് സംഭവിച്ചു, അവിടെ അത് സംഭവിച്ചു. പക്ഷെ ഇത് കാണുന്ന ഈ ദൃശ്യങ്ങളും വാർത്തകളും കാണുന്നവരുടെ ഉള്ളിലൊക്കെ എല്ലാ കാലത്തും ഇത് ഉണ്ടാവില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇനിയും സർവേ നടക്കണം. കേരളത്തിൽ അങ്ങ് മുതൽ ഇങ്ങ് വരെ സർവേ നടത്തണം. ഈ സമരമുഖത്തേക്ക് മണ്ണെണ്ണ എടുത്ത് പോവുക, ചെറിയ കുട്ടികളെ കൂട്ടി പോവുക, അവിടെ സംഘർഷം ഉണ്ടാക്കുക, പോലീസ് എന്ത് ചെയ്യാൻ പറ്റും? ശ്രീ അനിൽ ബോസ്, ഇവിടെ പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ലേ? പോലീസ് വളരെ ഇന്നസെന്റ് ആയിട്ട് രാവിലെ എണീറ്റ് പോകുന്നു, അവിടെ എത്തുമ്പോൾ സമരക്കാർ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. അങ്ങനെയാണോ ഈ സംഭവത്തിനെ കാണേണ്ടത്? ആളുകൾ നോക്കി നിൽക്കെ പോലീസ് ഇങ്ങനെ മൗനമായി നിന്നു, ആളുകൾ തീ കൊടുത്തി എന്ന് പറയില്ലേ നിങ്ങൾ? പോലീസ് അതിനകത്ത് ആക്ട് ചെയ്യും. അതിനാണ് പോലീസ് ഇടപെട്ടതാണ് ഇപ്പോൾ വലിയ തെറ്റ്. പോലീസ് ഇടപെട്ടില്ലെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? പോലീസ് ഇടപെട്ട രീതിയെ കുറിച്ചാണ് പറയുന്നത്. പോലീസ് ഇടപെടൽ സ്വാഭാവികമായിട്ടും ഒരു സമരം നടക്കുമ്പോൾ നമുക്കറിയാലോ, പോലീസ് വരും, പോലീസ് നിൽക്കും. കയ്യിൽ മണ്ണെണ്ണ കുപ്പി കൊടുത്തു വിടുമ്പോ കോൺഗ്രസിന്റെ ആളുകൾ ആലോചിക്കണം അവിടെ പോലീസ് ഇടപെടുന്നു. അതിനെന്താ പോലീസ്? കൂട്ടുകാരല്ല പോലീസ്. ശരി, ഞാൻ വരാം സനോജ്. ശ്രീ അനിൽ ബോസ്, ഇവിടെ പോലീസിനെ ഏത് തരത്തിലാണ് ഇക്കാര്യത്തിൽ, ഇപ്പൊ സനോജ് പറഞ്ഞതുപോലെ ഒരു തരത്തിലും അതിന് ന്യായീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പോലീസ് കാണിച്ച ഈ 2 സ്ഥലങ്ങളിലും 3 സ്ഥലങ്ങളിലും കാണിച്ച കല്ലായിലൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അവിടെ കയ്യേറ്റം നടന്നില്ലെങ്കിലും ഒരു കയ്യാങ്കളിയിലേക്ക് എത്തുന്ന തരത്തിലേക്ക് സംസാരങ്ങൾ ഉണ്ടാകുന്നു. ചങ്ങനാശ്ശേരിയിൽ അക്ഷരാർത്ഥത്തിൽ കയ്യാങ്കളിയാണ് ഉണ്ടായത്. അപ്പൊ പോലീസ് അവിടെ എടുക്കുന്നതിൽ ഇത് എല്ലാ കാലത്തും മനുഷ്യരുടെ ഉള്ളിലേക്കാണ് കയറുന്നത്. ഇപ്പൊ നമ്മൾ ഈ വിഷ്വൽസ് കാണുന്നു, ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, ഈ ദൃശ്യങ്ങളാണ് നാളെ ഇപ്പം നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിൽ നമ്മുടെ അയൽവാസിയുടെ സ്ഥലത്തേക്ക് ഇങ്ങനെ സർവേയുമായിട്ട് വരുമ്പോൾ ഈ കാര്യമാണ് ഉള്ളിൽ കിടക്കുന്നത്. അപ്പം എന്തോ തെറ്റിദ്ധാരണ നടക്കുന്നുണ്ട്, തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ആൾക്കാരെ. അതെല്ലാം ഒരു വസ്തുണ്ട്. പക്ഷേ ഇവിടെ പോലീസ് കൂടി കുറച്ചുകൂടെ മാന്യമായി മര്യാദയെ പെരുമാറേണ്ടതില്ലേ? ഒരു കാര്യം ഞാൻ ധന്യയോട് പറയാം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളോട് ഞാൻ തർക്കിച്ച് ജയിക്കാനോ വാദിച്ച് ജയിക്കാനോ ഇല്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, രാഷ്ട്രീയ തിമിരം ബാധിച്ച ആളുകളോട് എങ്ങനെയാണ് ചർച്ച ചെയ്യാൻ കഴിയുക? ഇപ്പൊ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു DPR നമ്മുടെ മുൻപാകെ ഉണ്ട്. അത് 6000-ഓളം പേജുകളുള്ള DPR ആണ്. ആ DPR-ൽ പറയുന്ന പലവിധ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ കേരളത്തിന്റെ പാരിസ്ഥിതി തകർക്കുന്ന, കേരളത്തിന് താങ്ങാൻ കഴിയാത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ് എന്ന് തികഞ്ഞ ബോധ്യമാണ് എല്ലാ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആളുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ത്യയുടെ പാർലമെന്റ് കൃത്യമായ വിവരങ്ങൾ ചോദിക്കുന്നതിനും ആ ഉത്തരങ്ങൾ കിട്ടുന്നതിനുമുള്ള ഒരു വേദിയാണ്. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സഭയാണ്. ആ സഭയിൽ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ഇത്തരമൊരു നടപടിയുമായി അത് മുന്നോട്ട് പോകാൻ ഈ പറയുന്ന സർവേ കല്ലിടാനടക്കമുള്ള അനുമതികൾ കൊടുത്തിട്ടില്ല എന്ന് ഇന്ത്യയുടെ ഗവൺമെന്റ് പറയുന്നു. BJPയോ കോൺഗ്രസോ എന്നുള്ളത് വിട്, അല്ലെ CPM എന്നുള്ളത് വിട്, ഗവൺമെന്റ് ആണ്. അപ്പൊ ആ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ, പ്രത്യേകിച്ച് റെയിൽവേ മന്ത്രി ലോക്സഭയിൽ ഉത്തരവാദിത്തപൂർവ്വം പറയുന്നു, ഇത്തരം പദ്ധതിയുമായി നമ്മൾ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ഇത്തരം റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ട്, അത് പരിശോധിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ മറ്റൊന്ന്, ഞാൻ വളരെ പേഴ്സണലായി വ്യക്തിപരമായി സനോജിനോട് പറയാൻ ആഗ്രഹിക്കുന്നു. സനോജ് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. നാളെ നല്ല പൊസിഷനിലൊക്കെ വരേണ്ട ആളാണ്. എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇത് കേട്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ മനോവികാരം രാഷ്ട്രീയമായി മാത്രം കാണരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന. അത് താങ്കളുടെ മുന്നോട്ടുള്ള രാഷ്ട്രീയത്തിനെ എങ്ങനെ ബാധിക്കുന്നു താങ്കൾ വിലയിരുത്തുക. എന്റെ വ്യക്തിപരമായ ആവശ്യമല്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിലവിൽ
ഈ ഒരു പ്രോപ്പർട്ടിയിൽ കയറി ആർക്കാണ് സർവേ നടത്താൻ അധികാരം? അതിന് ഉള്ള അധികാരം ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ആർക്കാണ് അനുവദിച്ച് നൽകിയിട്ടുള്ളത്? സർവേ ആക്ട് അല്ല, താങ്കൾ ഇടപെടാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ നിശബ്ദത പാലിച്ചു. ആ ഔചിത്യം താങ്കൾ എന്നോടും കാണിക്കുക. ഞാൻ വളരെ നിശബ്ദനായി. താങ്കൾ ഒരു ചെറിയൊരു റിയാക്ഷൻ താങ്കളുടെ ഭാഗത്ത് വന്നപ്പോഴേ ഞാൻ നിശബ്ദനായി. ഇപ്പോഴും ഞാൻ നിശബ്ദനാകാൻ തയ്യാറാണ്. എനിക്ക് അതിനകത്തൊന്നും അല്ല, താങ്കൾ ഇങ്ങനെ നിശബ്ദനാകും, തർക്കിച്ച് ജയിക്കാനില്ല എന്നൊക്കെ പറയല്ലേ അനിൽ ബോസ്? കാരണം ഇവിടെ നമ്മൾ ഫൈറ്റ് ചെയ്യണം, നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ നിൽക്കുന്നത്. ഇല്ല, ഫൈറ്റ് ചെയ്യണ്ട, കാര്യം പറഞ്ഞാൽ മതി. കേട്ടിരിക്കുന്ന പ്രേക്ഷക സമൂഹത്തിന് കാര്യങ്ങൾ ബോധ്യമായാൽ മതി. ഞാൻ ഈ കേരളത്തിൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള DPR പരിശോധിക്കുകയും അതിൽ വന്നിട്ടുള്ള പാരിസ്ഥിതികവും സാമൂഹികവും കേരള ഗവൺമെന്റിനെയും കേരളത്തിലെ ജനങ്ങളെയും ബാധിക്കുന്ന സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചും തികഞ്ഞ ബോധ്യമുള്ള ഒരാളാണ്. ഒരു വസ്തുവിൽ കടന്നു കയറി സർവേ നടത്താൻ ആർക്കാണ് അധികാരം എന്നതിനെ സംബന്ധിച്ച് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. നേരത്തെ തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞു, സർവേ ആക്ടുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് കോടതിയിൽ പോകാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു അഭിഭാഷകനാണ് ഞാൻ, പൊതുപ്രവർത്തകൻ എന്നതിനപ്പുറം എന്ന് ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനപ്പുറം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു സ്ഥലത്തേക്ക് ഒരു പോലീസ് വരുന്നു. പോലീസ് പെരുമാറുന്നതിന് ചട്ടങ്ങളില്ലേ? സുപ്രീം കോടതി നൽകിയിട്ടുള്ള അനുശാസിക്കുന്ന നടപടിക്രമങ്ങളിലെ ഒരാളെ ചോദ്യം ചെയ്യണമെങ്കിൽ, ഒരാളെ കയ്യേറ്റം ചെയ്യണമെങ്കിൽ, ഒരാളെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ ഒരു പോലീസുകാരൻ അതാരാണ്, ആ ഇടപെടുന്ന പോലീസുകാരൻ ആരാണെന്ന് അറിയാൻ ഉള്ള അവകാശമില്ലേ? ആ പോലീസുകാരൻ ചെയ്യുന്ന നടപടിക്രമങ്ങൾ എന്നെയാണ് ഒരു പ്രതിസ്ഥാനത്തേക്ക് ആരോപിക്കുന്നതെങ്കിൽ എനിക്ക് മറ്റൊരാളോട് നീതി തേടാനുള്ള അനുവാദമില്ലേ? അവിടെ നെയിം സ്ലിപ്പ് പോലും ഇല്ലാതെ വരുന്ന പോലീസുകാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്? ഒരു ഗവൺമെന്റിന്റെ തണലിൽ ഗുണ്ടാ പ്രവർത്തനം നടത്തുന്നതാണ് എന്ന് തോന്നിയാൽ നമുക്ക് എങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുക? ഞാൻ മാടപ്പള്ളിയിൽ സമരത്തിന്റെ ഭാഗമായി, പ്രതിപക്ഷ സമരത്തിന്റെ ഭാഗമായി പോയാളാണ്. അല്ല, ഞങ്ങൾ സമരം നടത്തിയല്ല, സമരത്തിന്റെ അവിടെ ഉണ്ടായ സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് നേരെ നടന്നിട്ടുള്ള അതിക്രമങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് നേരെ നടന്നിട്ടുള്ള അതിക്രമങ്ങൾ, വാസ്തവിലുള്ള കടന്നുകയറ്റം, അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ആ മാടപ്പള്ളിയിൽ ഞങ്ങൾ UDF സംഘം സന്ദർശിച്ചപ്പോൾ അതിനൊപ്പം പോയ ആളാണ് ഞാൻ. അതിനുശേഷം സംസ്ഥാന തലത്തിൽ UDF ആവിഷ്കരിച്ച സമരത്തിൽ ചെങ്ങന്നൂരിൽ, മുളക്കുഴയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. കേരളത്തിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, DPRുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പോരായികളും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ 1000-ലധികം സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ വികസന സദസ്സുകൾ തീരുമാനിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ സാങ്കേതിക വിദഗ്ധരെ കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും UDFന്റെയും നേതൃത്വത്തിൽ ഞങ്ങൾ സെമിനാറുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആളുകളിൽ വലിയ തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ തന്നെ അത് മാറാൻ ഈ പഠനവും കാര്യങ്ങളും സഹായിക്കുമെന്ന് കരുതാം. നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ട് മാത്രം ഒരു കാര്യം പറയാണ്, ഈ സിൽവർ ലൈൻ വിരുദ്ധ സമരങ്ങളുടെ മറ്റൊരു ദയനീയ രൂപമായിരുന്നു ചങ്ങനാശ്ശേരിയിൽ ആ കുഞ്ഞിനെയൊക്കെ ഇറക്കിയത്. കോൺഗ്രസ്സുകാരാണ് കുഞ്ഞിന്റെ കഴുത്തിൽ ഷോളൊക്കെ ഇട്ടത് ചെയ്യിപ്പിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിന്റെ ഷോളായിരുന്നു അത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും. കുഞ്ഞുങ്ങളെ ഇക്കാര്യങ്ങളിലേക്കൊക്കെ, പ്രത്യേകിച്ച് ഇങ്ങനെ ആക്രമണം നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇടപെടിക്കുന്നതിൽ പോലും വലിയ പ്രശ്നമുണ്ട്. മേനോൻ പ്ലീസ് ഒരു സെക്കൻഡ് എനിക്ക് അനുവദിക്കുമെങ്കിൽ. ധന്യ അങ്ങനെ പറയരുത്. ധന്യ ഒരു അവതാരകയാണ്, വസ്തുതാവിരുദ്ധമായി സംസാരിക്കരുത്. ഒരാളുടെ വസ്തുവിൽ കടന്നു കയറി കല്ലിടുമ്പോൾ ആ വീട്ടിലുള്ള ആളുകൾക്ക് പ്രതികരിക്കേണ്ടതായിട്ട് വരും. പക്ഷേ സമരപന്തലിൽ കുഞ്ഞിനെ രാഷ്ട്രീയ പാർട്ടിയുടെ ഷോളിട്ട് ഇരുത്തുന്നത് അത് ശരിയാണോ എന്നതിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ 3 പേരിലേക്കും തിരിച്ചു വരാം. ഇടവേള അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നു. ഇടവേള. ശ്രീ രാധാകൃഷ്ണ മേനോൻ, നമ്മൾ നേരത്തെ പാർലമെന്റിലെ കാര്യം പറഞ്ഞു. സത്യത്തിൽ ഇതൊരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇത് പച്ചക്കൊടിയാണ്. കേന്ദ്രമന്ത്രി പറഞ്ഞിരുന്നല്ലോ ആ കാര്യം പാർലമെന്റിൽ തന്നെ, UDF MP-മാർ ചോദിച്ചപ്പോഴൊക്കെ. അപ്പം കേരളത്തെ സംബന്ധിച്ച് മുമ്പോട്ട് പോകാം, ഇല്ലെ കേരള സർക്കാരിനെ സംബന്ധിച്ച് കേരളയിലുമായി മുമ്പോട്ട് പോകാം എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം റെയിൽവേ മന്ത്രാലയവും അതിനുള്ള അനുമതിയെല്ലാം നൽകിയിട്ടുണ്ട്. ഇത്രയും വ്യക്തമായ സ്ഥിതിക്ക് കേന്ദ്രം ഈ കാര്യത്തിൽ ഇത്തരത്തിൽ കൃത്യമായി വിവരങ്ങൾ പറഞ്ഞതിന് ശേഷം BJP എന്ത് പറഞ്ഞാണ്, ഇല്ലെങ്കിൽ ഈ പറയുന്ന തെറ്റിദ്ധാരണ എന്നുള്ളതല്ല, എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചു. കൃത്യമായിട്ട് എന്താണ് BJP ജനങ്ങളോട്, പ്രത്യേകിച്ച് പ്രതിഷേധിക്കുന്ന ജനങ്ങളോട് പറയുന്നത്? അല്ല തന്നെ പാർലമെന്റിൽ പറഞ്ഞതിനെ കുറിച്ച് തന്നെ ഇങ്ങനെ തെറ്റായ വിവരം പൊതുസമൂഹത്തോട് പറഞ്ഞാൽ എങ്ങനെയാ? ഈ കേന്ദ്രമന്ത്രി പാർലമെന്റിൽ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് അനുമതി നൽകിയിട്ടില്ല എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു അനുമതി നൽകിയിട്ടില്ല. നൽകാത്ത മാത്രവുമല്ല, അതിനെ കുറിച്ചിട്ട് സർവേയുമായി മുന്നോട്ട് പോകാമല്ലോ സർക്കാരിന്, സംസ്ഥാനത്തിന്. അതിപ്പോ ഒരു സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു പദ്ധതിയുടെ കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ
അതിനെ സംബന്ധിച്ചിട്ട് സർവേ നടത്തരുത് എന്ന് കേന്ദ്രത്തിന് പറയേണ്ട കാര്യമില്ല. എന്നാൽ അതേസമയം കേന്ദ്രം കൃത്യമായി പറഞ്ഞു ഈ പദ്ധതിക്ക് അനുമതി കൊടുത്തിട്ടില്ല. ഇനിയിപ്പോ മാത്രമല്ല, കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാടപ്പള്ളിയിൽ സന്ദർശിച്ച വേളയിൽ കൃത്യതയോടുകൂടി പറഞ്ഞു ഇത് ജനങ്ങൾ ഇങ്ങനെ ഒരു അനുമതി കൊടുക്കുന്ന പ്രശ്നവുമില്ല. കാരണം കൊടുക്കാൻ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ തരുണത്തിൽ ഒരു പദ്ധതി, അതിനപ്പുറത്ത് കേരളത്തിന്റെ പാരിസ്ഥിതിക മറ്റ് പ്രത്യാഘാതങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ശ്രീധരനെ പോലെയുള്ള ആളുകൾ നൽകിയിട്ടുള്ള റിപ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ച് വീണ്ടും വിദഗ്ധ പഠനം ആവശ്യമുണ്ടെങ്കിൽ ആ പഠനമൊക്കെ നടത്തുമ്പോൾ ഒരു കാരണവശാലും ഇതിനെ കൊടുക്കാൻ പാടില്ല എന്ന റിപ്പോർട്ടേ കിട്ടുകയുള്ളൂ. അതിനെക്കുറിച്ചിട്ടുള്ള ഏതാണ്ട് ധാരണ കിട്ടുന്നത് കൊണ്ടാണ് അത് കൊടുക്കില്ല. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ഉള്ള പ്രതിഷേധങ്ങൾ അതിനെ തടസ്സപ്പെടുത്തുന്ന കാര്യം, ഇപ്പം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ കൃത്യമായി കാര്യങ്ങൾ ആളുകളോട്, ജനങ്ങളോട് പറയേണ്ടതില്ലേ? ഇതിപ്പം അവിടെ നിങ്ങൾ സർവേ നടത്തിക്കോളൂ, ബാക്കിയുള്ള ഈ സാങ്കേതിക സാമ്പത്തിക വശമൊക്കെ പഠിച്ചതിന് ശേഷം അന്തിമാനുമതി എന്ന് പറയുമ്പോൾ അതുവരെയെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ലേ എന്നാ ചോദിച്ചത്. അല്ല, രാഷ്ട്രീയ പാർട്ടികൾ അനുമതി ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് ഉറപ്പുള്ള ഒരു പദ്ധതിയുടെ പേരിൽ ഇവിടെ ഇനിയിപ്പോ നേരത്തെ ഇവിടെ മറ്റു ചില ആരോപണങ്ങൾ വരുന്നത് കേട്ടു, ജപ്പാൻ മോഡലിൽ കേരളമാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രഞ്ച് കമ്പനി ഏതോ കമ്പനിയോട് കമ്മീഷൻ മേടിക്കാനുള്ള നീക്കം, അങ്ങനെയാണോ എനിക്കറിയില്ല. ഏതായാലും അതൊക്കെ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ആ നിലയിൽ ഇതിന്റെ പിന്നിൽ വലിയ അഴിമതി പോലും ഉണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നു ഈ തരം ഒരു നീക്കം കൊണ്ടുവരും. എന്തായാലും ഈ വസ്തുക്കളിൽ കല്ലിടുമ്പോൾ ആ കല്ലിടുന്ന വസ്തുവും അതുമായി ബന്ധപ്പെട്ട പ്രദേശവും ആ പ്രദേശത്തിന്റെ എല്ലാവിധ സാധ്യതകളും ഇതോടുകൂടി അടയുകയാണ്. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് തീർച്ചയായിട്ടും ഈ നടപ്പാകാൻ ഒരു സാധ്യതയുമില്ലാത്ത പദ്ധതിയുടെ പേരിലാവുമ്പോൾ അത് തികച്ചും പ്രതിഷേധാർഹവും ദുഃഖകരവുമാണ്. പിന്നെ കുറച്ചേറെ പാർട്ടി സഖാക്കന്മാർക്ക് ഒരുപക്ഷെ ഇതൊരു അവസരമായിരിക്കും. അവരെ ഇങ്ങനെ കല്ലിട്ട പ്രദേശത്തെ വസ്തു വില കുറച്ച് മേടിക്കാൻ ആളെ നിർത്തിയിട്ടുണ്ടാവാം. അത് വില കുറച്ച് കിട്ടുന്ന സമയത്ത് പദ്ധതി പോകുമ്പോൾ അത് അവർക്ക് ലാഭകരമായി വിനിയോഗിക്കാൻ സാധിക്കുമായിരിക്കും. അങ്ങനെ എന്താണോ ഇവരുടെയൊക്കെ ഗൂഢാലോചന എന്നുള്ളത് അല്ല അങ്ങനെയൊക്കെയുള്ള പഴയ ഒരാരോപണവും ഒഴിവാക്കിയിട്ടല്ലേ പറയുന്നത്. എല്ലാ ആരോപണവും അല്ലല്ല വിളിച്ചു പറയുന്നത് അല്ല നിങ്ങളെന്തിനാ പദ്ധതി അത് തന്നെയാണല്ലോ പറഞ്ഞത്. ശാസ്ത്രീയമായിട്ട് തന്നെയാണ് സനാജ പറഞ്ഞത്. എന്തായാലും ഈ പദ്ധതിയുടെ സാങ്കേതിക സാമ്പത്തിക വശമൊക്കെ പഠിച്ചതിന് ശേഷം അനുമതി കേന്ദ്രം നൽകും. ആ സമയത്ത് UDF-ഉം BJP-യും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ഈ സമരം അവസാനിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ശരി സനോജ്, മറ്റൊരു കാര്യം, CPI എവിടെ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇന്നിപ്പോ നമ്മൾ കെ രാജനോട് സംസാരിക്കാൻ ചോദിച്ചപ്പോൾ പോലും കെ രാജനൊന്നും പറഞ്ഞില്ല. മാത്രമല്ല പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടി പറഞ്ഞോളും, അങ്ങനെയും കൂടി പറഞ്ഞു. അപ്പം എന്താണ് CPI ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം? സർക്കാരിനെ സംബന്ധിച്ച് ക്ഷീണം ഉണ്ടാക്കുന്നതല്ലേ? ഇല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കൃത്യമായി നിയമസഭയിൽ തന്നെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തിനാണ് പിന്നെ അതിനപ്പുറത്ത് ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം, മുഖ്യമന്ത്രി, അതുമായി ബന്ധപ്പെട്ട കക്ഷി നേതാക്കൾ അവരെല്ലാം ഈ കാര്യത്തെ സംബന്ധിച്ച് നിയമസഭയിൽ സംസാരിച്ച് നമ്മൾ ചോദിക്കേണ്ടി വരുന്നത് CPI നേതാക്കൾക്ക് ഇനിയും ഇത്രയും വിശദീകരിച്ചിട്ടും ഇത് മനസ്സിലായില്ലേ എന്നുള്ള സാധാരണക്കാരുടെ സംശയമാണ്. അത് നിങ്ങൾക്ക് അവരിൽ നിന്ന് ചില ഉത്തരങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷിക്കുന്ന ഉത്തരം കിട്ടാത്തപ്പോ നിങ്ങൾ അങ്ങനെയല്ല, നമ്മൾ ഒരു ഉത്തരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കൺവീനറും ഉത്തരവാദിത്തപ്പെട്ട കക്ഷി നേതാക്കളും നിയമസഭയിൽ ഇത് സംബന്ധിച്ച് കൃത്യമായ വിസ്തീർണം നൽകിയിട്ടുണ്ട്, അവരുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് LDF രംഗത്ത് എന്തെങ്കിലും വിഭാഗീയത കുത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾ മൈക്കൊരു ആളുകൾക്ക് പോകുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച ഉത്തരം കിട്ടാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പൊ ചോദിക്കേണ്ടി വരും. ശരി, ഞാനൊരു ഉത്തരം പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷെ എനിക്ക് CPIയുടെ നിലപാട് എങ്ങനെ സർക്കാരിന് വലിയ ബാധ്യതയാവോ എന്ന് അറിയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത്. സമയത്തിന്റെ പ്രശ്നമുണ്ട് സനോജ്. അനിൽ ബോസ് ഒരു കാര്യം കൂടി പറയാനുണ്ടെന്ന് പറയുന്നു. ഞാൻ അദ്ദേഹത്തിലേക്ക് പോവുകയാണ്. ശ്രീ അനിൽ ബോസ് പറഞ്ഞോളൂ. എനിക്ക് സമയം എനിക്ക് വേറെ കൂടുതലൊന്നും പറയാനില്ല. കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ പറഞ്ഞോളൂ സനോജ, പറയാം. ഞാൻ ഒരൊറ്റ സെക്കൻഡ്, താങ്കൾ ഇതൂടെ കൂട്ടി അങ്ങ് മറുപടി പറഞ്ഞു. ഞാനിപ്പോ അവസാനിപ്പിച്ചേക്കാൻ. വളരെ ലളിതമായൊരു ചോദ്യം. കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ഏറ്റവും വലിയ വികസനത്തിന്റെ വിത്തുപാകിയ നടപടി ഏത് എന്ന് ചോദിച്ചാൽ
ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അതിൽ ഏറ്റവും ശ്രേയസ്കരമായി കേരളം നോക്കിക്കാണുന്ന ഒരു സ്ഥലം നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്. ആ നെടുമ്പാശ്ശേരി എയർപോർട്ട് സ്ഥാപിക്കാൻ UDF ഗവൺമെന്റ് തീരുമാനിക്കുമ്പോൾ, പ്രത്യേകിച്ച് ശ്രീ കെ കരുണാകരൻ തീരുമാനിക്കുമ്പോൾ, താങ്കളുടെ മുൻഗാമിയായി എസ് ശർമ്മ എന്റെ ശവത്തിൽ കൂടി എനിക്ക് തോന്നുന്നു താങ്കൾ പറയാൻ വന്നത് വികസന വിരോധികളല്ല, കോൺഗ്രസ്സുകാർ വികസന വിരോധികളല്ല. എന്റെ മൃതശരീരത്തിൽ മാത്രമേ വിമാനം ഇറക്കാൻ കഴിയൂ എന്ന് പറയുന്ന എസ് ശർമ്മ എന്ന് പറയുന്ന DYFI നേതാവ് പിന്നീട് ആ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ ഭരണാധികാരിയായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. അതാണ് DYFI. അത് മാത്രമേ ഞാൻ പറഞ്ഞേ ഉള്ളൂ. പ്രഖ്യാപിച്ചിട്ടില്ല. കണ്ണൂർ വിമാനത്താവളം വരുമ്പോ ആരും എടുപ്പുമായി വന്നിട്ടില്ലല്ലോ. കണ്ണൂർ വിമാനത്താവളം വരുന്ന അവസരത്തിൽ അർഹമായ പാക്കേജ് പ്രഖ്യാപിച്ചു. ഒരാൾക്കും എതിർപ്പുണ്ടായില്ല. നിങ്ങളുടെ കാലത്ത് അങ്ങനെയല്ല. നിങ്ങളുടെ കാലത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ കല്ലിട്ടാൽ അത് എപ്പോഴാണ് ഈ കല്ലിടലാണ് എല്ലാ കാലത്തും പ്രശ്നവും തോന്നുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മുടെ സമയം തീർന്നുപോയി. അതുകൊണ്ടാണ് നന്ദി ശ്രീ VK സനോജ, അഡ്വക്കേറ്റ് അനിൽ ബോസ്, ശ്രീ B രാധാകൃഷ്ണ മേനോൻ. ഡിബേറ്റ് പൂർണ്ണമാവുന്നു. നമസ്കാരം.